ലഹരിയെ ചുരുക്കാൻ ക്രിക്കറ്റിന്റെ ലഹരിയിലേക്ക് കുട്ടികളെയും യുവാക്കളെയും വഴി നടത്താനൊരുങ്ങി കാഞ്ഞങ്ങാട്ടെ ജനമൈത്രി പോലീസും നിത്യാനന്ദ യുവജന സേവാ സമിതിയും. തീരദേശ മൈതാനത്ത് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചാണ് ഇവരുടെ പുതിയ ഉദ്യമം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും കാഞ്ഞങ്ങാട്ടെ നിത്യാനന്ദ യുവജന സേവാ സമിതിയും സംയുക്തമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. മാരക ലഹരിയുടെ പിടിയിലേക്ക് വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെയും യുവാക്കളെയും കളിയുടെയും കൂട്ടായ്മയുടെയും ലഹരിയിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള പരിശ്രമം എന്ന നിലയിലാണ് ഇങ്ങനെയൊരു മത്സരത്തിന് ഇവർ വേദിയൊരുക്കിയത്. ഹോസ്ദുർഗ് ബീച്ച് ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ ക്രിക്കറ്റ് മത്സരം ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറഞ്ഞു, രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറഞ്ഞു, വർഗീയ സംഘർഷങ്ങൾ കുറഞ്ഞു, വർഗീയ കൊലപാതകങ്ങൾ കുറഞ്ഞു. പക്ഷേ ദിനം പ്രതി ആളുകൾ കൊല്ലപ്പെടുകയാണ്. 5 പേരെ കൊന്നുകൊണ്ട് ഒരു ചുറ്റികയും എടുത്ത് 23 വയസ്സുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് നിർവികാരതയോടെ പറയുകയാണ്, ഒരാളെ കൊല്ലാൻ ബാക്കിയുണ്ട്. കേരളത്തിൻ്റെ ഒരു പുതിയ തലമുറയുടെ ചിത്രമാണ്. കേരളത്തിലെ യുവത്വം തലകുനിച്ചിരിക്കുന്ന യുവത്വമാണ്. ആ യുവത്വത്തിന് ഒന്നിനെയും ഒരു വെല്ലുവിളിയെയും നേരിടാൻ സാധിക്കാത്ത വിധത്തിൽ ലഹരിയിലേക്ക് മുങ്ങിപ്പോവുകയാണ്. ആ ലഹരിയിൽ നിന്നും തിരിച്ച് കൊണ്ടുവരേണ്ട അനിവാര്യത, ആ ലഹരിയിൽ നിന്നും മാറ്റി, അവരുടെ ലഹരിയുടെ ചോയ്സ് മാറ്റി കളികളിലേക്കും ഗെയിംസുകളിലേക്കും മറ്റു കലകളിലേക്കും ഒക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട കാലഘട്ടത്തിലാണ് നാം പോരാടുന്നത്. ലഹരിമുക്തമായ ആരോഗ്യമുള്ള കായികക്ഷമതയുള്ള യുവത്വത്തിന്റെ പ്രാധാന്യം ഇൻസ്പെക്ടർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ചടങ്ങിൽ സേവാസമിതി രക്ഷാധികാരി ജയദേവൻ അധ്യക്ഷനായി. സേവാസമിതി പ്രസിഡന്റ് സിദ്ധാർത്ഥ് സ്വാഗതവും ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു. 1ാം സ്ഥാനക്കാർക്കുള്ള പ്രൈസ് സ്പോൺസർ ചെയ്ത ദുബായ് ടയേഴ്സ് മാണിക്കോത്തിൽ നിന്നും സേവാസമിതി രക്ഷാധികാരി ഗംഗാധർജി റാവു തുക ഏറ്റുവാങ്ങി. തുടർന്ന് CI അജിത് കുമാർ ആദ്യ മത്സരത്തിലെ കളിക്കാരെ പരിചയപ്പെടുകയും അവരോടൊപ്പം ചേർന്ന് ബാറ്റ് ചെയ്തുകൊണ്ട് മത്സരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ജനമൈത്രി പോലീസുകാർക്കും ക്ലബ്ബ് പ്രവർത്തകർക്കും കളിക്കാർക്കും പുറമെ നാട്ടുകാരും മത്സരത്തിന്റെ ഭാഗമായി. 24ഓളം ടീമുകളുടെ പങ്കാളിത്തത്തോടെയാണ് ഹോസ്ദുർഗ് ബദരിയ നഗറിലെ ബീച്ച് ഗ്രൗണ്ടിൽ വെച്ച് ഏപ്രിൽ 5, 6 തീയതികളിലായി ടൂർണമെന്റ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.